നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ആക്രമണത്തിൽ വിമാനത്താവളത്തിന്റെ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചെന്ന് അമേരിക്കൻ സൈന്യം പറയുന്നു. അതേസമയം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായതോടെ ക്രൂഡ് ഓയിൽ വില ഉയർന്നിരിക്കുകയാണ്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. 1 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെ ഇറാൻ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വിമാനത്താവളത്തിലെ ടെർമിനൽ 1 കെട്ടിടത്തെ ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടായതായി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. പ്രധാന ടെർമിനലിന് കാര്യമായ നാശനഷ്ടം സംഭവിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കുവൈറ്റിലേക്കുള്ള വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നതായും അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ശേഷം ദീർഘനാൾ അടച്ചിട്ട ടെർമിനൽ 1 ജൂൺ 1 മുതൽ പ്രവർത്തനം പുനരാരംഭിച്ചതിനിടെയാണ് പുതിയ ആക്രമണം. കഴിഞ്ഞ ദിവസം ഇറാന്റെ അധീനതയിലുള്ള ഖ്വേഷം ദ്വീപിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ US സൈന്യം സ്വയം രക്ഷാർത്ഥം ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് US സൈനിക കേന്ദ്രങ്ങളിലും സഖ്യരാജ്യങ്ങളിലെ തന്ത്രപ്രധാന മേഖലകളും ലക്ഷ്യമിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മിസൈൽ ആക്രമണം നടത്തിയത്. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചെന്ന് അമേരിക്കൻ സൈന്യം. ഇതിന് തിരിച്ചടിയായി ഇറാനിൽ ആക്രമണങ്ങൾ നടത്തിയതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനവും മേഖലയിലെ മറ്റൊരു വ്യോമത്താവളവും ആക്രമിച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ അവകാശവാദം US സൈന്യം നിഷേധിച്ചു. മേഖലയിലെ അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടെന്നും അവയൊന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയിട്ടില്ലെന്ന് സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടെന്ന് വ്യക്തമാക്കി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. അദ്ദേഹം വീണ്ടും സജീവമായി പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതായും മാർക്കോ റൂബിയോ പറഞ്ഞു. US സെനറ്റിന്റെ ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിക്ക് മുൻപാകെ സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങളിലാണ് മുജ്തബ ഖമനേയിക്ക് പരിക്കേറ്റത്. ഇതേ ആക്രമണത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവും പരമോന്നത നേതാവുമായിരുന്ന ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന് പിന്നാലെയാണ് മുജ്തബയെ കാണാനില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായതോടെ ക്രൂഡ് ഓയിൽ വില ഉയർന്നിരിക്കുന്നു. ഏഷ്യയിൽ ബാരലിന് 1.09% ഉയർന്ന് $97.05 ഈ ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇറാൻ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും 3 മിസൈലുകൾ തൊടുത്തുവിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നതും ക്രൂഡ് ഓയിൽ വില വർധനവിന് കാരണമായി. എണ്ണവിലയിലെ വർധനവിന് പുറമെ മെയ് 29-ന് അവസാനിച്ച ആഴ്ചയിൽ US ക്രൂഡ് ഇൻവെന്ററികൾ തുടർച്ചയായ 7ാം ആഴ്ചയും കുറഞ്ഞു. 6.8 ദശലക്ഷം ബാരൽ കുറഞ്ഞതായി അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ അടക്കമുള്ള വ്യാപാര പങ്കാളി രാജ്യങ്ങൾക്ക് 12.5% വരെ അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ അമേരിക്കൻ നീക്കം. ഇത് സംബന്ധിച്ച് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസാണ് ശുപാർശ ചെയ്തത്. നിലവിൽ ഈടാക്കുന്ന തീരുവയ്ക്ക് പുറമെയാണ് ഇത് പിരിക്കുക. ഇന്ത്യക്ക് പുറമെ ചൈന, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ അടക്കം 60 രാജ്യങ്ങളെ ഇത് ബാധിക്കും. കയറ്റുമതി മര്യാദകൾ പാലിക്കാതെ US-ൽ നിന്ന് അനധികൃത നേട്ടം സ്വന്തമാക്കിയെന്നാരോപിച്ച് 1974-ലെ ട്രേഡ് ആക്ട് സെക്ഷൻ 301 പ്രകാരം ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്കുമേൽ US അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് പ്രകാരമാണ് പുതിയ തീരുവ ശുപാർശ. ചട്ടം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് ഉൾപ്പെടെ 54 രാജ്യങ്ങൾക്കാണ് 12.5% തീരുവ ബാധകമാകുക. പൂർണ്ണമായോ ഭാഗികമായോ ചട്ടങ്ങൾ പാലിച്ച കാനഡ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ, UK, തായ്വാൻ എന്നിവയ്ക്ക് 10% തീരുവയും ശുപാർശ ചെയ്തു. സംസ്ഥാനം ഇന്ധന ടാക്സ് കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്നാവശ്യപ്പെടും. ഇന്ധന വിലയുടെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു.
നേരത്തെ ഇന്ധനവില വർദ്ധിച്ച ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നികുതി പിരിക്കാതെ അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാത്ത വിധം ഓയിൽ കമ്പനികൾക്ക് നൽകി പരിഹരിച്ച തന്ത്രപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. ലോകത്തെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ സാധാരണ രീതിയിലുള്ളതല്ലെന്നും 47ഓളം രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ച തുകയുടെ നികുതി തങ്ങൾ പിരിക്കില്ലെന്ന നിലപാട് സ്വീകരിക്കാൻ കേരള സർക്കാർ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു. 2 വർഷമായി ഓഹരി വിപണിയിൽ നിന്നുള്ള ആദായം കുറയുന്നത് ചെറുകിട നിക്ഷേപകർക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട്. SIP വഴിയുള്ള നിക്ഷേപം പലരും നിർത്തുകയാണ്. മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം SIP അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനേക്കാൾ വേഗത്തിൽ നിലവിലുള്ളവ നിർത്തലാക്കുന്ന സാഹചര്യമാണുള്ളത്. വിദേശ നിക്ഷേപകർ പിൻവാങ്ങുമ്പോഴും വിപണിയെ താങ്ങി നിർത്തുന്നത് SIP വഴിയുള്ള പണമൊഴുക്കായിരുന്നു. വിപണിയിലെ അസ്ഥിരത നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ പുതുതായി ആരംഭിച്ച SIP അക്കൗണ്ടുകളേക്കാൾ കൂടുതൽ അക്കൗണ്ടുകൾ നിർത്തിയിട്ടുണ്ട്. പെൺമക്കൾ വിവാഹിതരായെന്ന കാരണത്താൽ ആശ്രിത നിയമനത്തിന് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. കുടുംബം എന്നതിന്റെ നിർവചനത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കുന്നത് ഏകപക്ഷീയവും അന്യായവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും സുപ്രീം കോടതി അറിയിച്ചു. വിവാഹിതരായ സ്ത്രീകൾ കുടുംബം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരില്ലെന്നും ആശ്രിത നിയമനത്തിന് പരിഗണിക്കാൻ കഴിയില്ലെന്നുമുള്ള അലഹബാദ് ഹൈക്കോടതി വിധി റദ്ദാക്കിയതാണ് ജഡ്ജിമാരായ PS നരസിംഹ, ആലോക് അരാധെ എന്നിവരുടെ ബെഞ്ചിന്റെ വിധി. റേഷൻ കടയുടമയുടെ മകൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. പിതാവിന്റെ മരണത്തിന് പിന്നാലെ റേഷൻ കട തനിക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് മകൾ കോടതിയെ സമീപിച്ചത്. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പുതിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പരീക്ഷണ ഘട്ടത്തിലും ഗുരുതര സാങ്കേതിക പിഴവുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ട്. ജനുവരിയിൽ നടത്തിയ പരീക്ഷണ ഘട്ടത്തിൽ ഈ സിസ്റ്റത്തിന് പോരായ്മകൾ ഉള്ളതായും ഇത് പൂർണ്ണമായി പരിഹരിക്കാൻ 1 വർഷത്തെ പരിശോധനയെങ്കിലും വേണമെന്നും ആഭ്യന്തര സമിതി നിർദ്ദേശിച്ചിരുന്നതായും റിപ്പോർട്ട് വന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പരീക്ഷാ ബോർഡ് മുന്നോട്ടു പോവുകയായിരുന്നു. യഥാർത്ഥ മൂല്യനിർണ്ണയ വേളയിൽ മാർക്കുകൾ രേഖപ്പെടുത്തുന്നതിൽ ഈ അപാകതകൾ ആവർത്തിച്ചു. ഔദ്യോഗിക മാർക്കിംഗ് സ്കീമും സ്ക്രീനിൽ കാണിച്ച മാർക്കുകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവുകയും ഉപചോദ്യങ്ങളുടെ മാർക്കുകൾ രേഖപ്പെടുത്തുന്നതിൽ സിസ്റ്റം പരാജയപ്പെടുകയും ചെയ്തു. ഒരു അധ്യാപകൻ നൽകിയ 1.5 മാർക്ക് സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയത് 1.5 മാർക്കിന്റെ കുറവായാണ്. മൂല്യനിർണ്ണയത്തിനിടെ സിസ്റ്റം ഇടയ്ക്കിടെ പ്രവർത്തിക്കാതിരുന്നതും അൺഡു ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ തകരാറുകൾ സംഭവിക്കുന്നതും പ്രതിസന്ധിയുണ്ടായി. രൂപയുടെ മൂല്യത്തകർച്ച തടയാൻ റിസർവ് ബാങ്ക് സ്വർണം വിറ്റുവെന്ന വാർത്തകൾ തള്ളി സർക്കാർ വൃത്തങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം എണ്ണവില വർദ്ധിക്കുകയും രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരം രാജ്യത്തിനകത്ത് സുരക്ഷിതമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ ശേഖരം സുരക്ഷിതമാക്കാൻ RBI സ്വർണം വിറ്റുവെന്ന് ബ്ലൂംബർഗ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ റിസർവ് ബാങ്ക് ഏകദേശം $1200 കോടി സ്വർണം വിറ്റുവെന്നാണ് ബ്ലൂംബർഗ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇതിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് ഏകദേശം $750 കോടി വിദേശ നാണ്യ ആസ്തികൾ രാജ്യത്തിനായി വാങ്ങിയെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1 പവൻ സ്വർണത്തിന് പവന് 1,14,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,765 രൂപയും പവന് 94,120 രൂപയുമാണ്. വെള്ളി ഗ്രാമിന് 280 രൂപയിൽ വ്യാപാരം തുടരുന്നു. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുകയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.